റഷീദ് എൻ്റെ വളരെ പഴയ സുഹൃത്താണ്. ഞങ്ങൾ തമ്മിൽ ഉള്ള ബന്ധം വാസ്തവത്തിൽ ഞങ്ങൾ കുടുംബ സുഹൃത്തുക്കളാണ്. എൻ്റെ കുടുംബവുമായും റഷീദിൻ്റെ കുടുംബമായി എനിക്കും എൻ്റെ കുടുംബമായി റഷീദിനും ദീർഘകാലത്തെ ബന്ധമുണ്ട്. ഒരു 4 പതിറ്റാണ്ടിൻ്റെ കാലത്തെങ്കിലും ബന്ധമുണ്ട്. റഷീദ് എനിക്ക് തോന്നുന്നത് വയനാട്ടിൽ റഷീദിനെ പോലെ ക്രിയേറ്റീവായി ചിന്തിക്കുന്ന ഒരു ഒരു കലാകാരൻ ആഹ് അപൂർവമാണ്. പലരും ഉണ്ടെങ്കിലും എനിക്ക് റഷീദുമായിട്ട് എൻ്റെ ബന്ധം ദൃഢമാകുന്നത് വാസ്തവത്തിൽ ആഹ് അയാള് വളരെ ശ്രദ്ധേയനായ ഒരു ആർട്ടിസ്റ്റാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ആഹ് എൻ്റെ കൂടെ ഞാൻ എൻ്റെ കാവേരിയോടൊപ്പം എൻ്റെ യാത്രകൾ എന്ന പുസ്തകം എഴുതാനായി നിരവധി വർഷങ്ങളായി കർണാടകത്തിലും തമിഴ്നാട്ടിലെയും ഗ്രാമങ്ങളിലൂടെയും ഗ്രാമാന്തരങ്ങളിലൂടെയും പലവട്ടം യാത്ര ചെയ്യുമ്പോൾ എൻ്റെ സഹയാത്രികനായി കൂടെ ഉണ്ടായിരുന്ന, പലപ്പോഴും പല യാത്രകളിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ഈ പോകുന്ന സ്ഥലങ്ങളുടെ സ്കെച്ച് ചെയ്യുക, ചില ക്ഷേത്രാകാരങ്ങളുടെ ഡിസൈൻ, അതിൻ്റെ ആർക്കിടെക്ചർ, ഇതൊക്കെ തത്സമയം അപ്പപ്പോ അത് പിന്നെ വരയ്ക്കുക, ഇതൊക്കെ ചെയ്തിരുന്ന ഒരാളാണ്. ആഹ് പല കാര്യത്തിലും ഞങ്ങൾ തമ്മിൽ കലയുടെയും ഒക്കെ കാര്യത്തിൽ സമാന അഭിപ്രായമുള്ള ഒരാളായിരുന്നു. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ, കലാകാരൻ എന്ന നിലയിൽ മാത്രമല്ല, അദ്ദേഹം ഒരു പരിസ്ഥിതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. കലയെ ജനകീയമാക്കാൻ അദ്ദേഹം തെരുവിലേക്ക് കലേനെ ഇറക്കിക്കൊണ്ടുവരികയായിരുന്നു. വയനാട്ടിലെ പ്രധാനപ്പെട്ട നഗരങ്ങളുടെ എല്ലാം വൃത്തിഹീനമായി കിടക്കുന്ന ചുമരുകള്, മതിലുകള്, ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടങ്ങൾ, അതിലൊക്കെ ചായം തേച്ച് അവയൊക്കെ ഒരു കലാവസ്തുവാക്കി മാറ്റുന്ന ഒരു പ്രവർത്തനം പിന്നെ ഒരു സന്നദ്ധ പ്രവർത്തനമായിട്ട് തന്നെ നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. അതിൽ ഈ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളെ, സ്കൂൾ വിദ്യാർത്ഥികള്, അവരെയൊക്കെ അതിൽ പങ്കെടുപ്പിക്കുകയും അവരെ ഈ മരത്തൈകൾ തെരുവുകളിൽ ശൂന്യമായി കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ മരങ്ങൾ നട്ടുപിടിപ്പിക്കാനും ഈ വൃത്തിഹീനമായ പ്രദേശങ്ങളെയൊക്കെ ആകർഷകമായ ചിത്രങ്ങൾ കൊണ്ട് നിറയ്ക്കാനും വർണ്ണങ്ങൾ കൊണ്ട് നിറയ്ക്കാനും ഒക്കെ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ വാസ്തവത്തിൽ ഒരു യഥാർത്ഥ കലാകാരൻ്റെ മനസ്സായിരുന്നു അതിലെല്ലാം പ്രവർത്തിച്ചിരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം റഷീദിൻ്റെ വിയോഗം എനിക്ക് വളരെ താങ്ങാനാവാത്ത സങ്കടം ഉണ്ടാക്കുന്ന ഒരു ഒരു സംഗതിയാണ്. രാവിലെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം എനിക്ക് കാണാനേ കഴിഞ്ഞില്ല. വളരെ സങ്കടം ഉണ്ടാക്കുന്നൊരു, എൻ്റെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയായിരുന്നു. എൻ്റെ ചിരകാല സ്നേഹിതനായിരുന്നു. എൻ്റെ ഒരു സഖാവായിരുന്നു. സഹയാത്രികനായിരുന്നു. റഷീദിൻ്റെ നിര്യാണം വ്യക്തിപരമായി എനിക്കെന്ന പോലെ വയനാട്ടിലെ കലാസാംസ്കാരിക മേഖലയിലും വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിശബ്ദനായിരുന്നു റഷീദ്. സ്വന്തം പ്രതിഭയെ ഒരു തിടമ്പ് പോലെ എഴുന്നള്ളിച്ച് അംഗീകാരങ്ങൾക്കൊന്നും പുറകെ പോകാതെ നിശബ്ദനായി സാധാരണ മനുഷ്യരോടും വിദ്യാർത്ഥികളോടും തൊഴിലാളികളോടും നാട്ടുകാരോടും ഒപ്പം തൻ്റെ കലാപ്രവർത്തനത്തെയും പരിസ്ഥിതി പ്രവർത്തനത്തെയും കൊണ്ടു നടന്ന വളരെ ആത്മാർത്ഥതയുള്ള എന്താ പറയുക, പിന്നെ ഡൗൺ ടു എർത്ത് എന്നൊക്കെ പറയാവുന്ന ഒരു നഗ്നപാത കലാകാരനായിരുന്നു വാസ്തവത്തിൽ റഷീദ്. റഷീദിൻ്റെ മരണം എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഒരിക്കലും തീരാത്തൊരു വേദനയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.